അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. സ്ക്രീനിൽ കാണാം. ഇനി ജയനായിട്ട് വരണോട്ടോ. ഓക്കെ, സ്ക്രീനിൽ കാണാം. വേറൊരു സ്റ്റൈലായിരുന്നു. സോ അത് മൊത്തം ഇല്ല, അത് ടോട്ടലി ഇല്ല. ആ ടോട്ടലി ഇല്ലാത്തപ്പോൾ അതിലായിരുന്നു ഞാൻ മെയിനായിട്ടുള്ളത്. ഓഹോ, അതാണോ കാര്യം? ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യമാണ്. 13ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി. ഭയങ്കര ലാഗ്. ഈ ഓഡിയൻസിനെ ബോറടിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവർ ചിരിച്ചു കളിച്ച് വളരെ ഹാപ്പി ആയിട്ടല്ലേ പോയത്. എന്നെ ഹനീഫ് വിളിച്ചു പറഞ്ഞു, ഇക്ക മനഃപൂർവ്വം ഇല്ല എന്നാ പറഞ്ഞു. ഡയറക്ടറിന്റെ ഡിസിഷനാണ്. ഓ, അത് ശരി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഞാനൊരു പൊട്ടൻ, വെറുതെ പൊട്ടൻ കളിക്കുമായിരുന്നു. പിന്നെ ആസ് എൻ ആക്ടർ എനിക്ക് വിഷമമുണ്ട്. ആസ് എൻ ആക്ടർ എനിക്ക് വളരെ വിഷമമുണ്ട്. രാത്രി വരുമ്പോൾ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത് ഒരു ഭയങ്കര ഹിറ്റ് പടത്തിൽ ഇന്ന് പോകുമ്പോഴുള്ള വിഷമം അതുകൊണ്ട്. അതുകൊണ്ട് ലോകം മുഴുവനും ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന പടത്തിൽ ഞാനുണ്ട്, പക്ഷെ ഇല്ല. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. അത് തമിഴിലൊരു കോമഡി ഉണ്ട്, ഇറുക്ക് ആണാ ഇല്ല കോമഡി. അതുപോലെ ഉണ്ട്, പക്ഷെ ഇല്ല. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ. പക്ഷേ ഞാൻ പെർഫോം ചെയ്ത്, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയുന്ന നമുക്കൊരു വിഷ്വൽ കാണും. ആ വിഷ്വൽ സ്ക്രീനിൽ ഇരുന്ന് 100 പേരുടെ കാണാൻ ഉള്ളൊരു കോരിത്തിരിപ്പ് എപ്പോഴും ഉണ്ടാവും. എല്ലാം തുളച്ചപ്പോ നിനക്ക് സമാധാനമല്ലേ? നിന്നെ കൊല്ലു. ഏറ്റവും കൂടുതൽ മാർക്കോ ഭയങ്കര ബിഗായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലുണ്ട്, പക്ഷെ എന്നെ കാണാൻ പറ്റിയില്ല എന്നുള്ള അതുണ്ട്. അത് വിട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നോ? ഇതിലും വലുതല്ല വരാനുള്ളത്. സുനാമിയോ എല്ലായിടത്തും ഉണ്ട്. രണ്ടുപേരും കട്ടയ്ക്ക് കെട്ട. ഒരൊന്നൊന്നര പാർട്ടി ഹിന്ദിയിലും പാടും, വെട്ടിനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ. തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. രണ്ടുപേരും കട്ടയ്ക്ക് കെട്ട. നീ വലിയ മാജിക് ആണല്ലേ, കണ്ടടി നിന്റെ മാജിക്. അവിടെ വെച്ചിട്ട് ദുഃഖം ഉണ്ടായാലും സന്തോഷ വാർത്ത ഉണ്ടാവാൻ സാധ്യതയുള്ളത് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതില് റിയാസ് ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതിൽ താരങ്ങളെ സൃഷ്ടിക്കുന്നത് വിവരമുള്ള ഫിലിം മേക്കേഴ്സാണ്. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉദയനാണ് താരം, ഞാനല്ല.